ഡിഗ്രി സീക്വൻസ് എന്താണെന്ന് നോക്കാം. If the degrees of the vertices of G are listed in a sequence S, then S is called a degree sequence of G. ഇപ്പോൾ ഡിഗ്രി സീക്വൻസ് ഓഫ് എ ഗ്രാഫ് എന്ന് പറയുന്നത് ആ സീക്വൻസ് ഡിഗ്രീസ് ഓഫ് ദി വെർട്ടിസസിനെ സീക്വൻസ് ആയിട്ട് എഴുതാൻ പറ്റണം. അതിനെയാണ് ഡിഗ്രി സീക്വൻസ് ഓഫ് ജി എന്ന് പറയുന്നത്. കൺസിഡർ ആൻ എക്സാമ്പിൾ. അപ്പോൾ ഇവിടുത്തെ ഡിഗ്രീസ് ഓഫ് ദി വെർട്ടിസസ് നോക്കാം. അപ്പോൾ എന്തൊക്കെയാണ്? അപ്പോൾ നമുക്ക് അസെൻഡിങ് ഓർ ഡിസെൻഡിങ് ഓർഡറിൽ എഴുതാം, അല്ലെങ്കിൽ വേറെ ഏത് രീതിയിൽ വേണമെങ്കിലും എഴുതാൻ പറ്റും. അപ്പോൾ ഒരെണ്ണം എഴുതിയേക്കുന്ന എസ് ഡിഗ്രി ഹയസ്റ്റ് ഡിഗ്രിന്ന് തുടങ്ങി 4, ദെൻ 3, പിന്നെ 2, 2, 2, 1, 1, 0. നെക്സ്റ്റ് അടുത്ത എസ് ഡാഷ് എന്ന് പറഞ്ഞിട്ട് എടുത്തിട്ട് 0, 1, 1, 1, 3 2s ഉണ്ട്, ദെൻ 3 ആൻഡ് ലാസ്റ്റ് വൺ ഈസ് 4. ഇനി എസ് ഡബിൾ ഡാഷ് എടുത്തിട്ട് എങ്ങനെ വേണമെങ്കിലും എഴുതാം. നമുക്ക് 4 എഴുതി 3, 2, 2, 1, 1 എല്ലാ വെർട്ടിസസിൻ്റെ ഡിഗ്രി വരണമെന്നേ ഉള്ളൂ. എങ്ങനെ വേണമെങ്കിലും നമുക്ക് അറേഞ്ച് ചെയ്ത് എഴുതാം. അതിനെയാണ് ഡിഗ്രി സീക്വൻസ് ഓഫ് ജി എന്ന് പറയുന്നത്. വിത്ത് ദി ഓർഡർ ആൻഡ് സൈസ് 2 graphs having the same degree sequence is only a necessary condition, not a sufficient condition for 2 graphs to be isomorphic. അപ്പോൾ ഇതുവരെ പറഞ്ഞതെല്ലാം നെസസറി കണ്ടീഷൻസേ ആവുന്നുള്ളൂ, അതിൻ്റെ സഫിഷ്യൻറ്റ് കണ്ടീഷൻസ് വരുന്നില്ല. അപ്പോൾ നെക്സ്റ്റ് നോക്കുക, ഒരു എക്സാമ്പിൾ നോക്കുക. ഡിറ്റർമൈൻ വെദർ ദി ഗ്രാഫ് F1 and F2 ആർ ഐസോമോർഫിക്. F1 F2 എന്ന് പറയുന്ന 2 ഗ്രാഫാണ്. ഈ 2 ഗ്രാഫിലെയും ഓർഡറും സൈസും സെയിം ആണ്. ഇനി അതുപോലെ തന്നെ സീക്വൻസ് എന്ന് പറയുന്ന 2 ഗ്രാഫിലെയും 4, 3, 3, 2, 1, 1 ആണ്. ദെൻ എഫ് മേ ബി ഐസോമോർഫിക്. ഓർഡർ സെയിം ആണ്, സൈസ് സെയിം ആണ്, ഡിഗ്രീസ് എല്ലാ ഡിഗ്രീസും ഇവിടെ ഉള്ള എല്ലാ ഡിഗ്രിയും ഇവിടെയും ഉണ്ട്. അപ്പോൾ എന്തായിരിക്കാം? F1 F2 ഐസോമോർഫിക്, ബട്ട് ദേ ആർ നോട്ട്. പക്ഷേ ഇത് ഐസോമോർഫിക് അല്ല. അപ്പം നമുക്ക് ഐസോമോർഫിക് ആണെന്ന് അസ്യൂം ചെയ്തിട്ട് പ്രൂഫ് ചെയ്യാം. X1 എന്ന് പറയുന്ന ഈ പോയിന്റിൽ ഡിഗ്രി എന്ന് പറഞ്ഞാൽ 4 ആണ് അല്ലേ. അപ്പം F1 X1 എന്ന് പറയുന്നത് ഡിഗ്രി 4 ആണെങ്കിൽ F2 എന്ത് കാണണം? 5 ഓഫ് X1 കാണണം. അപ്പോൾ ഇവിടുത്തെ 5 ഓഫ് X1 എന്ന് പറയുന്നത് X2 ആണ്. ഇനി X1-ന് 2 അഡ്ജസൻറ്റ് വെർട്ടിസസ് ഉണ്ട് ഓഫ് ഡിഗ്രി 1. അപ്പം ഇവിടെയും ആ 4 ഡിഗ്രി വരുന്ന ഏത് വെർട്ടെക്സ് ആണോ ആ വെർട്ടെക്സിന് 2 അഡ്ജസൻറ്റ് വെർട്ടിസസ് കാണണം. അതെന്ന് പറയുന്നത് ഓഫ് ഡിഗ്രി 1 ആയിരിക്കണം. പക്ഷേ ഇവിടെ F2-ൽ X2 എന്ന് പറയുന്ന വെർട്ടെക്സ് ഡിഗ്രി 4 ആണ്, ബട്ട് ഇവിടെ ഒരു അഡ്ജസൻറ്റ് വെർട്ടിസസേ ഉള്ളൂ ഓഫ് ഡിഗ്രി 1 വരുന്നത്. Okay, therefore F1 and F2 are not isomorphic. അടുത്ത എക്സാമ്പിൾ നോക്കുക. ഡിറ്റർമൈൻ വെദർ ദി ഗ്രാഫ്സ് H1 and H2 ആർ ഐസോമോർഫിക്. ഇവിടെ സൈസും ഓർഡറും ഓഫ് H1 and H2 രണ്ടും സെയിം ആണ്. അതുപോലെ തന്നെ ഡിഗ്രി ഓഫ് സീക്വൻസും സെയിം ആണ്. ദീസ് 2 ഗ്രാഫ്സ് H1 and H2 ആർ നോട്ട് ഐസോമോർഫിക് ബിക്കോസ് ഇവിടെ നോക്കുക, Y1 Z1 എന്ന് പറയുന്ന അഡ്ജസൻറ്റ് വെർട്ടിസസ് ആണ്. ഈ 2 അഡ്ജസൻറ്റ് വെർട്ടിസസിനും ഡിഗ്രി 2 ആണ്. അങ്ങനെ വരുന്ന 2 വെർട്ടിസസ് H2-നകത്ത് ഇല്ല. ഇപ്പോൾ ഇവിടെ നോക്കിക്കുക, Y2 ആൻഡ് Z2 എടുക്കുകയാണെങ്കിൽ ഇവിടെ 2 ഇവിടെ 3 ആണ് അല്ലേ. 2 വരുന്ന ഏതെങ്കിലും ഒരു ഡിഗ്രിയുടെ അഡ്ജസൻറ്റ് വെർട്ടിസസ് നോക്കുക, ഇവിടെ ഒന്നും 2 വരുന്നില്ല. 3 ഇതാണെങ്കിൽ 4, ഇനി ഇവിടെ 3, ഇത് 2 ആണെങ്കിൽ ഇതിൻ്റെ അഡ്ജസൻ്റ് ആയിട്ട് വന്നേക്കുന്ന 3 ഇല്ല അല്ലേ. ദെയർഫോർ ദീസ് 2 ആർ നോട്ട് ഐസോമോർഫിക്. ഇനി നമ്മൾ പറയുന്നത് സ്ട്രക്ചർ വരണം. അതായത് ഒരു ഗ്രാഫിനകത്ത് സപ്പോസ് ദെയർ ആർ 8 ട്രയാങ്കിൾസ് ഉണ്ടെങ്കിൽ മറ്റേ ഗ്രാഫിൽ എന്ത് കാണണം? 8 ട്രയാങ്കിൾസ് ഫോം ചെയ്യണം. അപ്പോൾ സ്ട്രക്ചറും നോക്കണം. മനസ്സിലായോ? Let G and H be isomorphic graphs, then G is bipartite if and only if H is bipartite, and G is connected if and only if H is connected.
അടുത്തത് ഗീവ് ആൻ എക്സാമ്പിൾ ഓഫ് 3 ഡിഫറെൻറ്റ് നോൺ ഐസോമോർഫിക് ഗ്രാഫ്സ് ഓഫ് ഓർഡർ 5 ആൻഡ് സൈസ് 5. നിങ്ങൾ ഓർഡർ 1, 2, 3 ആൻഡ് 4ൻ്റെ നോൺ ഐസോമോർഫിക് ഗ്രാഫ്സ് വരച്ചായിരുന്നു. അതിനകത്ത് ഓർഡർ 4-നകത്ത് മിസ്റ്റേക്ക് ഉണ്ട്. 11 ഗ്രാഫ്സ് നോൺ ഐസോമോർഫിക് ഗ്രാഫ്സ് ആയിട്ട് വരത്തുള്ളൂ. മിക്കവാറും ഉള്ളവരെല്ലാം 13 ആണ് എഴുതിയേക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് 5 സൈസും 5 ഓർഡർ വരുന്ന 3 ഗ്രാഫാണ് വരയ്ക്കാൻ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇതൊരു ഗ്രാഫ് ഓഫ് ഡിഗ്രി 2 വരുന്നത്. ഇവിടെ വന്നപ്പോൾ ഒരെണ്ണം ഡിഗ്രി 3, ഇവിടെ 2 എണ്ണം ഡിഗ്രി 1ഉം ഒരെണ്ണം ഡിഗ്രി 3, മറ്റ് 2 എണ്ണം ഡിഗ്രി 2. അപ്പം 3 അങ്ങനെ വേറെ നിങ്ങൾക്ക് ഇഷ്ടം പോലെ വരയ്ക്കാൻ പറ്റും. അടുത്തത് let G1 and G2 be 2 graphs with vertex of G1 equal to U1, V1, W1, X1, Y1, Z1 and vertex set of G2 equal to U2, V2, W2, X2, Y2 and Z2. If V1 has degree 3 and is adjacent to a vertex of degree 2, while V2 has degree 3 and is not adjacent to a vertex of degree 2, can we conclude that G1 non-isomorphic to G2? Explain your answer. ഇപ്പോൾ ഇവിടെ പറഞ്ഞേക്കുന്ന 2 ഗ്രാഫ് ഉണ്ട്. 2 ഗ്രാഫിൻ്റെ വെർട്ടിസസ് പറഞ്ഞിട്ടുണ്ട്. U1, V1, W1, X1, Y1, Z1. രണ്ടാമത്തെ ഗ്രാഫിൻ്റെ U2, V2, W2, X2, Y2, Z2. V1 എന്ന് പറയുന്ന വെർട്ടെക്സിൻ്റെ ഡിഗ്രി 3 ആണ് ആൻഡ് ഈസ് അഡ്ജസൻറ്റ് ടു എ വെർട്ടെക്സ് ഓഫ് ഡിഗ്രി 2. അതുപോലെ തന്നെ V1 എന്ന് പറയുന്ന വെർട്ടെക്സ് അഡ്ജസൻറ്റ് ടു എ വെർട്ടെക്സ് ഓഫ് ഡിഗ്രി 2. അങ്ങനെയാണെങ്കിൽ വെർട്ടെക്സ് സെറ്റ് ഓഫ് G2-നകത്തെ V2 എന്ന് പറയുന്ന വെർട്ടെക്സിൻ്റെ ഡിഗ്രി 3 ആണ്, ബട്ട് ഈസ് നോട്ട് അഡ്ജസൻറ്റ് ടു എ വെർട്ടെക്സ് ഓഫ് ഡിഗ്രി 2. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഗ്രാഫ് രണ്ടും G1ഉം G2ഉം നോൺ ഐസോമോർഫിക് ആണോ എന്നാണ് ചോദിച്ചേക്കുന്നത്. ആവണമെന്നില്ല. എന്തുകൊണ്ടാണ്? V1 എന്ന് പറയുന്ന വെർട്ടെക്സ് ഇൻ G1 ആണ്, ഒരു 3 ഡിഗ്രി വെർട്ടെക്സ് ആണ്. ഇറ്റ് ഈസ് അഡ്ജസൻറ്റ് ടു എ വെർട്ടെക്സ് ഓഫ് ഡിഗ്രി 2. അപ്പോൾ ഈ വെർട്ടെക്സ് സെറ്റ് ഓഫ് G2 എന്ന് പറയുന്നതിനകത്ത് ഏതെങ്കിലും ഒരു വെർട്ടെക്സിൻ്റെ ഡിഗ്രി 3ഉം ആൻഡ് ഈസ് അഡ്ജസൻറ്റ് ടു എ വെർട്ടെക്സ് ഓഫ് ഡിഗ്രി 2 ആയാൽ മതി. അല്ലാതെ V2 തന്നെ ആവണമെന്നില്ല. ഏതെങ്കിലും ഇതിനകത്ത് വെർട്ടെക്സിൻ്റെ ഡിഗ്രി 3ഉം ആൻഡ് ഇറ്റ് ഈസ് അഡ്ജസൻറ്റ് ടു എ വെർട്ടെക്സ് ഓഫ് ഡിഗ്രി 2 ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? G1 ഈസ് ഐസോമോർഫിക് ടു G2.